പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്റെ പുരയിടത്തിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരം മോഷണം പോയത് സംബന്ധിച്ച് പരാതി നൽകിയിട്ട് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി ആക്ഷേപം. അങ്കമാലി പോലീസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അങ്കമാലി മുക്കന്നൂർ താബൂർ ശങ്കരൻകുഴി സ്വദേശിയായ നിജോയ് ജോസഫാണ് പരാതി നൽകിയത്. ഞാൻ എൻ്റെ ജൂൺ 15 മുതൽ 27 പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ പോയിക്കായിരുന്നു. അപ്പം അമ്മച്ചി 20 പറമ്പിലൊന്നും ഇവിടെ ഒരു ചന്ദനമരം മോഷണം പോയി കണ്ടു. അതിനെ തുടർന്ന് 27 വന്ന് ഞാൻ അങ്കമാലി സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും അവരാ പരാതി ഏഴാറ്റം ഫോറസ്റ്റ് റേഞ്ചിലേക്ക് നൽകുകയും ചെയ്തു. അവരിത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ചന്ദനം നിന്നുകൊണ്ട് അവർ തെഫ്റ്റായിട്ട് എടുക്കാൻ തിരിച്ച് അങ്കമാലി സ്റ്റേഷനിൽ പരാതി ഫോർവേഡ് ചെയ്തു. വീണ്ടും അങ്കമാലി സ്റ്റേഷനിൽ അവർ ഏഴാറ്റം ഫോറസ്റ്റ് റേഞ്ചിലേക്ക് പരാതി വീണ്ടും ഫോർവേഡ് ചെയ്ത് അവർ കോർട്ട് വഴി വീണ്ടും അങ്കമാലി സ്റ്റേഷനിലേക്ക് പരാതി നൽകിയെന്ന അങ്കമാലി സ്റ്റേഷനിൽ അതിനുശേഷം യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. ഇതുവരെ ഒരു പോലീസ് പോലും ഈ മോഷണം ഇവിടെ നടന്നിട്ട് അങ്കമാലി സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ ഇങ്ങോട്ട് മോഷണം നടന്ന സ്ഥലത്തേക്ക് വന്നിട്ടില്ല. അങ്കമാലി എസ്.എച്ച്.ഒക്ക് നേരിട്ടാണ് ഞാൻ പരാതി നൽകിയത്. കുറച്ച് കാലങ്ങളായി ഈ ഭാഗങ്ങളിൽ ചന്ദന മോഷണം വളരെ വ്യാപകമാണ്. ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് 4 ഈ ദിവസങ്ങളിൽ തന്നെ മോഷണം വേണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്ന് 2 ഈ പറമ്പിൽ തന്നെ ഒരു 2021 ഒരെണ്ണം മോഷണം വേണ്ടായിരുന്നു. ഈ പോലീസ് ഇങ്ങനെ മോഷണം നടന്ന സ്ഥലത്തേക്ക് വരാതിരിക്കുക, യാതൊരു നടപടി സ്വീകരിക്കാതെ മോഷണം നടത്തുന്നവർക്ക് ധൈര്യമാണ്, ഇനിയും മോഷണം നടത്താൻ പേടിക്കാല്ല എന്നൊരു സന്ദേശമാണ് പോലീസുകാർ മോഷണക്കാർക്ക് കൊടുക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും മോഷണം പ്രോത്സാഹിപ്പിക്കുക ആ രീതിയിലാണ് പോകുന്നത്. ജൂൺ മാസം 15-ാം തീയതി ഇദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു പരീക്ഷാ ആവശ്യത്തിന് പോയ ശേഷം 25-ാം തീയതിയാണ് മടങ്ങിയെത്തിയത്. ഇതിനിടെ ചന്ദനമരം മോഷണം പോയത് 20-ാം തീയതിയാണ് പരാതിക്കാരന്റെ മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇദ്ദേഹം അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് ഇക്കാര്യം വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ സംഭവം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നാണ് പരാതിക്കാരന്റെ ആരോപണം. പോലീസും ഫോറസ്റ്റും കൃത്യമായ മറുപടികൾ നൽകാതെ ഇദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്നും പറയുന്നു. തുടർന്ന് ഇദ്ദേഹം മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പരാതി നൽകിയിട്ട് പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ പോലും വിളിച്ചിട്ടില്ല എന്നും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. വിസ്മയ ന്യൂസ്, കൊച്ചി.